ഇന്ന് ലോക പ്രണയ ദിനം. ഈ ദിനത്തിൽ പ്രണയത്തിന്റെ എഴുത്തുകാരി കമല സുരയ്യയെ മറക്കാതിരിക്കാനാവില്ല. രചനകൾക്കപ്പുറം മാധവിക്കുട്ടി പകർന്നു നൽകിയത് പ്രണയത്തിന്റെ കാണാപ്പുറങ്ങളാണ്. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ? പ്രണയത്തെക്കുറിച്ച് നിർവചിക്കാൻ മാധവിക്കുട്ടിയോളം കഴിയുന്ന മറ്റൊരു വ്യക്തിയുണ്ടോ എന്നതിൽ സംശയമാണ്. മാധവിക്കുട്ടിയെ സംബന്ധിച്ച് പ്രണയം പ്രകടമായി തന്നെ കിട്ടണം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വികാരം എന്തെന്ന് ചോദിച്ചാൽ അധികമാർക്കും ആലോചിക്കേണ്ടി വരില്ല. അത് പ്രണയമാണ്. പരിധികളില്ലാത്ത സ്നേഹം പരസ്പരം കൈമാറുന്നത് തന്നെയാണ് പ്രണയം. നഷ്ടപ്പെടാം, പക്ഷെ പ്രണയിക്കാതിരിക്കരുത്. പ്രണയമെന്നാൽ തന്റെ വാക്കുകളോളം ആത്മാവിനോളം പവിത്രമായി കൊണ്ടു നടന്നവൾ, ജീവിതത്തെ പോലും പ്രണയത്തിനായി സമർപ്പിച്ചവൾ. മാധവിക്കുട്ടിക്കുള്ള വിശേഷണങ്ങൾ പലതാണ്. ഒരു സ്ത്രീക്ക് തന്റെ പ്രണയത്തെക്കുറിച്ച് ഇത്രയും ഉറക്കെ പറയാൻ പഠിപ്പിച്ചു തന്നവൾ. ജീവിതത്തിൽ പലപ്പോഴായി പ്രണയത്താൽ വഞ്ചിതയാകുമ്പോഴും അവർ അതിനെ അത്രമേൽ മുറുകെ പിടിച്ചിരുന്നു. മാധവിക്കുട്ടിയുടെ തൂലികയിൽ നഷ്ടപ്രണയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരിക്കലും ഒന്നിക്കില്ല എന്നറിയാമെങ്കിലും നിന്നെ ഓർക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. പ്രണയദിനത്തിൽ മാത്രം ഓർമ്മിക്കപ്പെടേണ്ടവളല്ല മാധവിക്കുട്ടി. പ്രണയമെന്നാൽ മാധവിക്കുട്ടിയാണ് പലർക്കും. ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനും അജിമലിനുമൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.